What I see as a great positive is that we have two leaders who have common sense and who are looking for good solutions. അമേരിക്കയിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായിട്ട് ഒരു ഹിന്ദു മതവിശ്വാസി എത്തുന്നത്. ജന്മം കൊണ്ട് അവരൊരു ഇന്ത്യൻ വംശജയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർ തനി അമേരിക്കക്കാരിയാണ്. പക്ഷെ അവരുടെ പാരൻസ് ശരിക്കും ഹിന്ദുയിസം ചൂസ് ചെയ്തിട്ട് ആ ഒരു ഇന്ത്യൻ സംസ്കാരവും കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അവരുടേത്. തുളസി ഗബ്ബാർഡ് സ്വയം അവരൊരു ഇന്ത്യൻ കൾച്ചർ ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ തുളസി ഗബ്ബാർഡ് US-ന്റെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആയപ്പോൾ മുതൽ തന്നെ ഇന്ത്യയുമായിട്ടുള്ള നല്ലൊരു റിലേഷൻ അവർ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ തുളസി ഗബ്ബാർഡ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന് ഒരു അഭിമുഖവും അവർ നൽകിയിരുന്നു. സോ അത് മുഴുവൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഒരു വെസ്റ്റേൺ ചാനലിലാണ് വന്നത്. സോ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും കൂടെ വെച്ചിട്ടുള്ള ഒരു നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റും തമ്മിൽ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ഇൻട്രസ്റ്റും അമേരിക്കൻ ജനതയുടെയും അവിടുത്തെ ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു US നാഷണലിസ്റ്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഇൻട്രസ്റ്റും ഇന്ത്യൻ ബിസിനസ്സുകാരുടെ കാര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യങ്ങളും ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ്. 2 വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, 2 വലതുപക്ഷ ലോക നേതാക്കൾ, 2 കരുത്തരായ ലോക നേതാക്കൾ. ഈ നിലയ്ക്കാണ് മോദിയെയും ട്രംപിനെയും നമ്മൾ കാണുന്നത്. അപ്പൊ നരേന്ദ്രമോദി വീണ്ടും പറയുന്നു, ഞാനും ട്രംപും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട്, വളരെ അടുത്ത സൗഹൃദം, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയും ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയും പരിശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി, രണ്ടുപേരുടെ രാജ്യങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഈ തുളസി ഗബ്ബാർഡ് അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ താരിഫുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഇതിനെ കാണുന്നത് നെഗറ്റീവ് രീതിയിലല്ല, പോസിറ്റീവ് രീതിയിലാണ്. എന്ന് വെച്ചാൽ 2 നേതാക്കളും ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. 2 പേർക്കും അവരുടെ രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. രാജ്യം ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് 2 നേതാക്കളുടെയും പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ ഇരുവരും അവരുടെ രാജ്യങ്ങൾക്ക് ബെസ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സോ ഈ താരിഫ് ചർച്ചകൾക്കിടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അത് ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ഇവിടെ തുളസി ഗബ്ബാർഡ് പങ്കുവച്ചത്. അതായത് ഇന്ത്യ US ട്രേഡ് ഡീല് ഒരല്പം വൈകിയാണെങ്കിൽ പോലും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന സൂചനയാണ് അവർ നൽകുന്നത്. ഒരു പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ രഹസ്യമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം. ആ കോൺഫിഡൻസ് തന്നെയായിരിക്കും മോദിയും ട്രംപും കാണിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ അത് അറിയാത്തത് കൊണ്ട് ട്രംപ് നമുക്ക് വില്ലനായി തോന്നുന്നതാകാം. ഇനി അതല്ല, ട്രംപും മസ്കും ഒക്കെ ശരിക്കും വില്ലനാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഓരോ വിഷയത്തെയും കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ തുളസി ഗബ്ബാർഡിന്റെ അഭിമുഖവും കഴിഞ്ഞ ദിവസത്തെ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റും കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ US റിലേഷൻ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിലയിരുത്തലാണ് നമ്മൾ എത്തുന്നത്. മാത്രമല്ല തുളസി ഗബ്ബാർഡിന്റെ ഇന്ത്യ സന്ദർശനവും US ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇതിനിടയിൽ വേറെ 1-2 വിഷയങ്ങൾ കൂടിയുണ്ട്. നരേന്ദ്രമോദിയുടെ പോഡ്കാസ്റ്റ് വന്നതിന് ശേഷം ചില പ്രതിപക്ഷ നേതാക്കളും MP-മാരും ഒക്കെ പറഞ്ഞു, ട്രംപുമായിട്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുവന്നപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആ ടോപ്പിക്ക് നമ്മൾ പലപ്പോഴും സംസാരിച്ചാണെങ്കിൽ ഒന്നും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കൈവിലങ്ങ് വെച്ചല്ല കൊണ്ടുവന്നത്. ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഇന്ത്യൻ പാസ്പോർട്ട് പോലും ഉപേക്ഷിച്ച് അതിനെ കത്തിച്ചു കളഞ്ഞോ നശിപ്പിക്കുകയോ ചെയ്തിട്ട് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആൾക്കാരാണ്. അവർ ഇന്ത്യക്കാരല്ല. ഇന്ത്യൻ വംശജരായതുകൊണ്ട് ഇന്ത്യ അവരെ തിരികെ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരിൽ പലരും കാനഡയിലോ യൂറോപ്പിലോ ഒക്കെ പോയിട്ട് അവിടെ നിന്ന് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് പോയവരുമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അവർ ഇന്ത്യൻ വംശജരായതുകൊണ്ട് ഇന്ത്യ സ്വീകരിച്ചു. ഇന്ത്യ അവരെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഭാവി എന്തായി പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. US-ന് എന്തും ചെയ്യാം അവരെ, കാരണം അവരുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറിയവരാണ്. ഒറ്റ ഉദാഹരണം എടുത്താൽ, നിങ്ങൾ രാത്രി വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അറിയാതെ ഒരാൾ അതിക്രമിച്ച് കയറുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പോലീസിനെ വിളിക്കും. പോലീസ് വരും. ഇയാളെ കയ്യിൽ വിലങ്ങിട്ട് തന്നെയല്ലേ കൊണ്ടുപോകുള്ളൂ. കാരണം അയാൾ ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു അക്രമിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത്. അവിടെ പിന്നെ അയാളുടെ മനുഷ്യാവകാശവും മാംഗോ ലീഫും ഒന്നും അല്ലല്ലോ ആരും നോക്കുന്നത്, അല്ലേ? അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് പോലീസുകാർ കൊണ്ടുപോകും.
അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. അമേരിക്ക എന്ന രാജ്യത്തിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാരെ വിലങ്ങ് വെക്കാതെ പിന്നെ കഴുത്തിൽ മാല ഇട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരണോ? അതൊക്കെ വളരെ ബാലിശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവരെ ഇന്ത്യക്കാരെന്ന് വിളിക്കുന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട്. കാരണം അവർ ഇന്ത്യൻ പാസ്പോർട്ട് വരെ ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്ത് പോയവരാണ്. സോ അതിനകത്ത് ക്രിമിനലുകളുണ്ട്, കൊടും ക്രിമിനലുകൾ. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ ഇപ്പൊ നരേന്ദ്രമോദി അവർക്കൊക്കെ വേണ്ടി പോയി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുകളോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കേസ്, താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായിട്ട് ട്രംപ് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ. അതൊരു പക്ഷേ ട്രംപിന് അവിടുത്തെ ജനങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ പരിപാടിയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ താരിഫ് നയം യു എസിൽ ചർച്ചയാണ് എപ്പോഴും. അതൊരു സത്യം തന്നെയാണ്. കാരണം നമ്മൾ യു എസ് പ്രോഡക്റ്റുകൾക്ക് 100, 110, 120 ഒക്കെ ശതമാനം താരിഫ് ചുമത്തുന്നു. എന്നാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ഒരു താരിഫില്ലാതെ യു എസിലേക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആൾക്കാർ ചോദിക്കില്ല. ഇപ്പൊ തിരിച്ച് ചിന്തിക്കുക, നമ്മൾ ഇന്ത്യക്കാരുടെ കാര്യം എടുക്കാം. ഇപ്പൊ തന്നെ യു എസ് താരിഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ യു എസിനെ തെറി വിളിക്കുന്നില്ലേ? അപ്പോൾ ഒന്നിങ്ങനെ ചിന്തിക്കൂ, ഈ കാര്യം നേരെ തിരിച്ച് ചിന്തിക്കൂ. അമേരിക്കയിൽ നിന്ന് നമ്മളിവിടെ പ്രോഡക്റ്റുകൾക്ക് വരുന്നു, നമ്മൾ അതിന് ഒരു താരിഫോ ഒന്നും ചുമത്തുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള വിലയിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് അയക്കുന്ന പ്രോഡക്റ്റുകൾക്കെല്ലാം മുടിഞ്ഞ താരിഫ്. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ബിസിനസ്സുകാരും ജനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഈ പ്രശ്നം സർക്കാരിന് മേൽ ഉന്നയിക്കും. അതായത് പ്രധാനമന്ത്രിയോട് പറയും ഇതിന് പരിഹാരം കാണണം. അപ്പൊ പ്രധാനമന്ത്രി എന്ത് ചെയ്യും? ഈ വിഷയത്തിന് വേണ്ടിയിട്ട് യു എസുമായിട്ട് ചർച്ച നടത്തും, ചിലപ്പോൾ തുറന്നുള്ള പ്രതികരണങ്ങൾ നടത്താം. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി പോലെ ഇരിക്കും, അദ്ദേഹത്തിന്റെ നയം പോലെ ഇരിക്കും. ഇവിടെ ട്രംപ് പറയുന്നത് എന്താണ്? ഇന്ത്യ താരിഫ് ചുമത്തുന്നു, അമേരിക്ക ചുമത്തുന്നില്ല. അപ്പൊ ഇന്ത്യ താരിഫ് ചുമത്തിയാൽ ഇനി നമ്മളും ചുമത്തും എന്നുള്ളതാണ്. അപ്പൊ ഈ തർക്കം എൻഡ് ആവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ട്രേഡ് കരാറിൽ, ഒരു ട്രേഡ് ഡീലിലായിരിക്കും ഇത് എൻഡ് ആവുന്നത്. ആ സൂചനയാണ് ഇവിടെ തുളസി ഗബ്ബാർഡ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ യു എസ് റിലേഷൻ കൂടുതൽ ശക്തമാകാനേ സാധ്യതയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നരേന്ദ്രമോദിയുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത് അതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിക്കും ട്രംപിനും ഒക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. മോദി സർക്കാരിന് ഒരു ആശങ്കയും തോന്നുന്നില്ല ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ. അവർ കൂളായിട്ട് ഡീൽ ചെയ്യാണ്. താരിഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാശങ്കയും ജയശങ്കറിനായിക്കോട്ടെ, മോദിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹയർ ലെവലിലുള്ള ഒഫീഷ്യൽസിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ നീക്കങ്ങളെ കുറിച്ച് ഉത്തമ ബോധ്യം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. എന്താണ് ട്രംപിന്റെ പ്ലാൻ എന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി അത് പറയുന്നുണ്ട് പോഡ്കാസ്റ്റിൽ. സെക്കൻഡ് ടൈമിലുള്ള അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങുകളെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ നമുക്ക് അറിയാം എന്ന് കൂടി ട്രംപ് പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത്. സോ മേ ബി ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിയിട്ട് ഒരു കിടിലൻ ട്രേഡ് ഡീലിൽ എൻഡ് ആവും. അങ്ങനെയെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇപ്പൊ ഇന്ത്യ യൂറോപ്പുമായിട്ടും യു എസുമായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലാൻഡ്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യുവാണെങ്കിൽ അടുത്തൊരു 10-15 വർഷത്തേക്ക് നമുക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ട്രംപിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. മാത്രമല്ല ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കേണ്ടി വരും. ഒന്ന്, നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ. രണ്ട്, നമ്മൾ കാണാത്ത കാര്യങ്ങൾ, അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളെയും ഒക്കെ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് വിമർശിക്കേണ്ടി വരാം. പക്ഷെ അപ്പോൾ തന്നെ അതിന് മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ അതും നമുക്ക് സംസാരിക്കേണ്ടി വരും. കാരണം നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ല ശരിക്കും ലോകത്ത് നടക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കപ്പുറം പല കളികളും ഈ ലോകത്ത് നടക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.